നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടേക്ക് ചാടിയാലും അധികാരം വേണം. അതുമാത്രമാണ് മൂപ്പരുടെ കൃത്യമായ അജണ്ട. ഇന്ന് BJP സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ നാളെ മഹാഗഡ്ബന്ധനുമായി സഖ്യം കൂടാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. എന്നാൽ ഒരു കാര്യം തേജസ്വി യാദവ് ഉറപ്പിച്ചു പറഞ്ഞു: ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ എടുക്കില്ല. ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഞങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളോടൊപ്പം നിന്നതിൻ്റെ ഭാഗമായി ഐക്യജനതാദളിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ NDAയുടെ ഭാഗമായി നിന്നപ്പോഴൊക്കെ NDAയിൽ JDUവിന് കാര്യമായ സ്ഥാനം കിട്ടുന്നില്ല, ഐക്യജനതാദളിനെ പിളർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിതീഷ് കുമാർ എപ്പോഴും അലമുറയിടുമായിരുന്നു. അത് അദ്ദേഹമൊന്ന് മനസ്സിലോർത്താൽ നല്ലത് എന്നായിരുന്നു നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചിന്തകളെപ്പറ്റി തേജസ്വി യാദവ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി എഫക്റ്റ് ബീഹാറിൽ ഉടലെടുത്തിരിക്കുന്നുവെന്നും RJDക്കും കോൺഗ്രസിനും സംയുക്തമായി 30-ൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് തേജസ്വി യാദവ്. ലാലു പ്രസാദ് യാദവിൻ്റെ ശക്തമായ ക്യാമ്പയിൻ എല്ലായിടത്തുമുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അദ്ദേഹം ആവേശം പടരുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സൗഹൃദ സഖ്യം ഇരുവരും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നു എന്നത് ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. മദൻ മോഹൻ ഝാ അടക്കമുള്ള പഴയ പാർട്ടി നേതാക്കൾ കോൺഗ്രസിനെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കനയ്യകുമാറിന് ഇത്തവണ ബഗുസാരെ മണ്ഡലം കിട്ടിയില്ല എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കോൺഗ്രസിൽ ഇല്ല. CPIക്ക് കനയ്യകുമാർ മത്സരിച്ച ബഗുസാരെ നിയോജക മണ്ഡലം പോയത് ഒരു വലിയ രീതിയിലുള്ള നഷ്ടമായി കോൺഗ്രസ് കണക്കാക്കുന്നുമില്ല. എന്നാൽ കനയ്യകുമാറിനെ പോലൊരു രാഷ്ട്രീയ നേതാവിന് ഒരു ലോക്സഭാ സീറ്റിൽ വിജയം ഉറപ്പിക്കുക എന്നതും ഏറ്റവും അഭിമാനകരമായ പ്രശ്നമാണ്. കാരണം സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ ഒക്കെ വഹിച്ച അദ്ദേഹം ശക്തനായ ഒരു പോരാളി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് തന്നെ ആവേശം പടരുന്ന ഒരു കാര്യം തന്നെയാണ്. നിരവധിയായ നേതാക്കൾ കനയ്യകുമാറിനെ പോലെ അതിശക്തമായി തന്നെ യുവത്വത്തിൻ്റെ പ്രതീകമായി ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇന്ത്യ മുന്നണി എന്നത് ജീവനും ജീവവായുവും ആയി മാറിക്കഴിയുന്ന ഒരു ചരിത്ര നിമിഷം. ഇത് അധികാരത്തിലേക്കുള്ള പോക്ക് തന്നെയല്ലേ എന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ബീഹാറിൻ്റെ നിരവധി മേഖലകളിലേക്ക് കടന്നുപോയപ്പോൾ ഒറ്റക്കെട്ടായാണ് RJD എന്നോ കോൺഗ്രസ് എന്നോ ഇടതുമുന്നണിയെന്നോ വ്യത്യാസമില്ലാതെ ഏവരും വരവേറ്റത്. ഇതുതന്നെ ബീഹാറിൽ ഒരു പുത്തൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശുഭസൂചനയായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നുണ്ട്.